ഓം ശാന്തി. 22/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹി അഭിമാനിയാകൂ, അപ്പോൾ ശീതളമാകും, വികാരങ്ങളുടെ ദുർഗന്ധം മാറും, അന്തർമുഖിയാകും, പുഷ്പമായി മാറും. ചോദ്യം: ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും ഏത് 2 വരദാനങ്ങൾ നൽകുന്നു? അവയെ സ്വരൂപത്തിൽ കൊണ്ടുവരുന്നതിനുള്ള വിധി എന്താണ്? ഉത്തരം: ബാബ എല്ലാ കുട്ടികൾക്കും ശാന്തിയുടെയും സുഖത്തിൻ്റെയും വരദാനം നൽകുന്നു. ബാബു പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ശാന്തിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ആരെങ്കിലും തലകീഴായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരം നൽകാതിരിക്കൂ. നിങ്ങൾ ശാന്തമായി ഇരിക്കണം. വ്യർത്ഥമായി അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. ആർക്കും ദുഃഖം നൽകരുത്. വായിൽ ശാന്തിയുടെ നാണയമിടൂ. അപ്പോൾ ഈ 2 വരദാനങ്ങളും സ്വരൂപത്തിൽ വരും. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ചിലപ്പോൾ മുന്നിലാണ്, ചിലപ്പോൾ ദൂരേക്ക് പോകുന്നു. ആര് ഓർമ്മിക്കുന്നുവോ അവർ തന്നെയാണ് മുന്നിലുണ്ടായിരിക്കുന്നത്. കാരണം ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ് സർവ്വതും ഉൾക്കൊള്ളപ്പെട്ടിട്ടുള്ളത്. ദൃഷ്ടിയിലൂടെ ഉപരിയാക്കുന്നു എന്ന് പാടപ്പെടുന്നല്ലോ. ആത്മാവിൻ്റെ ദൃഷ്ടി പരമാത്മാവിലേക്ക് പോകുമ്പോൾ മറ്റൊന്നും അതിന് നല്ലതായി തോന്നുന്നില്ല. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകുന്നു. അപ്പോൾ തൻ്റെ മേൽ എത്ര ജാഗ്രത വയ്ക്കേണ്ടതാണ്. ഓർമ്മിക്കാതിരിക്കുന്നതിലൂടെ മായ മനസ്സിലാക്കും, ഇവരുടെ യോഗം മുറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ നേർക്ക് വലിക്കുന്നു, എന്തെങ്കിലും തലകീഴായ കർമ്മം ചെയ്യിക്കുന്നു. ഇങ്ങനെ ബാബയുടെ നിന്ദ ചെയ്യിക്കുന്നു. ഭക്തിമാർഗത്തിൽ പാടുന്നു, ബാബ, എനിക്ക് അങ്ങ് ഒന്ന് മാത്രം, രണ്ടാമതാരുമില്ല. അപ്പോൾ ബാബു പറയുന്നു, കുട്ടികളെ, ലക്ഷ്യം വളരെ ഉയർന്നതാണ്. കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കണം. ഇത് ഉയർന്നതിലും ഉയർന്ന ലക്ഷ്യമാണ്. ഇതിൽ പ്രാക്ടീസ് വളരെ നന്നായി ആവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ തലകീഴായ കാര്യം ചെയ്യുന്ന നിന്ദകനായി മാറും. ആരില്ലെങ്കിലും ക്രോധം വന്നു എന്ന് വിചാരിക്കും. പരസ്പരം അടിയും വഴക്കും കൂടുന്നു. എങ്കിലും നിന്ദ ചെയ്യിച്ചുവല്ലോ. ഇതിൽ വളരെ ജാഗ്രത വയ്ക്കേണ്ടതുണ്ട്. തൻ്റെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുമ്പോഴും ബുദ്ധി ബാബയോട് ചേർക്കണം. ആരെങ്കിലും സമ്പൂർണമായി മാറി എന്നൊന്നുമല്ല, അങ്ങനെയല്ല. നമ്മൾ ദേഹി അഭിമാനിയാകും വിധം പരിശ്രമിക്കണം. ദേഹ അഭിമാനത്തിൽ വരുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ തലകീഴായ കാര്യം ചെയ്യുന്നു. അപ്പോൾ അതിനർത്ഥം ബാബയുടെ നിന്ദ ചെയ്യിക്കുന്നു എന്നാണ്. ബാബു പറയുന്നു, ഇങ്ങനെ സദ്ഗുരുവിൻ്റെ നിന്ദ ചെയ്യിക്കുന്നവർക്ക് ലക്ഷ്മി നാരായണൻ ആകുന്നതിൻ്റെ ലക്ഷ്യസ്ഥാനം നേടാൻ സാധിക്കില്ല. അതിനാൽ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ഇതിലൂടെ നിങ്ങൾ വളരെയധികം ശീതളമായി മാറും. 5 വികാരങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറിപ്പോകും. ബാബയിൽ നിന്നും വളരെയധികം ശക്തി ലഭിക്കും. ജോലി കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. കർമ്മം ചെയ്യേണ്ടതില്ല എന്നൊന്നും ബാബ പറയുന്നില്ല. അവിടെ നിങ്ങളുടെ കർമ്മം അകർമ്മമാകും. കലിയുഗത്തിൽ ഏതൊരു കർമ്മമുണ്ടാകുന്നോ അത് വികർമ്മമാകുന്നു. ഇപ്പോൾ സംഗമയുഗത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. അവിടെ പഠിക്കുന്നതിൻ്റെ കാര്യമില്ല. ഇവിടെയുള്ള ശിക്ഷണം തന്നെയാണ് അവിടെ കൂടെ പോകുന്നത്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ബഹിർമുഖത നല്ലതല്ല, അന്തർമുഖി ഭവ. കുട്ടികളായ നിങ്ങൾ അന്തർമുഖമായി മാറുന്ന സമയവും വരും. ബാബയുടേതല്ലാതെ മറ്റൊന്നും ഓർമ്മ വരില്ല. നിങ്ങൾ വന്നതും ഇങ്ങനെയായിരുന്നു. ആരുടെയും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഗർഭത്തിൽ നിന്നും എപ്പോഴാണോ പുറത്തിറങ്ങിയത് അപ്പോഴാണ് മനസ്സിലായത്, ഇത് എൻ്റെ മാതാവും പിതാവുമാണ്, ഇത് ഇന്നയാളാണ് എന്നെല്ലാം. പിന്നെ ഇപ്പോൾ പോകേണ്ടതും ഇങ്ങനെയാണ്. നമ്മൾ ഒരു ബാബയുടേതാണ്. ആ ഒന്നിൻ്റേതല്ലാതെ ബുദ്ധിയിൽ മറ്റാരുടെയും ഓർമ്മ വരരുത്. സമയം കിടക്കുകയാണ്, പക്ഷേ പുരുഷാർത്ഥം പൂർണ്ണ രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ മേൽ ഒരു ഉറപ്പുമില്ല. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം.
വീട്ടിലും വളരെയധികം ശാന്തി ഉണ്ടായിരിക്കണം, ക്ലേശം പാടില്ല. അല്ലാത്ത പക്ഷം എല്ലാവരും പറയും, ഇവരിൽ എത്ര അശാന്തിയാണ്. കുട്ടികളായ നിങ്ങൾക്ക് തീർത്തും ശാന്തമായിരിക്കണം. നിങ്ങൾ ശാന്തിയുടെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നിങ്ങൾ വസിക്കുന്നത് മുള്ളുകൾക്കിടയിലാണ്, പുഷ്പങ്ങൾക്കിടയിലല്ല. മുള്ളുകൾക്കിടയിൽ ഇരുന്ന് പുഷ്പമാകണം, മുള്ളിൻ്റെയും മുള്ള് ആകരുത്. എത്രത്തോളം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുമോ അത്രയും ശാന്തമായിരിക്കും. ആരെങ്കിലും തലകീഴായി സംസാരിച്ചുവെങ്കിൽ നിങ്ങൾ ശാന്തിയിലിരിക്കൂ. ആത്മാവേ ശാന്തമാണ്. ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ബാബയും ശാന്തിയുടെ സാഗരമാണ്. പറയുന്നു, നിങ്ങൾക്കും ശാന്തിയുടെ സാഗരം ആകേണ്ടതുണ്ട്. വ്യർത്ഥമായ അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ വളരെ നഷ്ടമുണ്ടാക്കുന്നു. ബാബ ഡയറക്ഷൻ നൽകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. ഇതിലൂടെ നിങ്ങൾ ബാബയുടെ നിന്ദ ചെയ്യിക്കുകയാണ്. ശാന്തിയിൽ ഏതെങ്കിലും നിന്ദയോ വികർമ്മമോ ഉണ്ടാകുന്നില്ല. ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നതിലൂടെ കൂടുതൽ വികർമ്മങ്ങൾ വിനാശമാകും. സ്വയവും അശാന്തമാകരുത്, മറ്റുള്ളവരെയും ആക്കരുത്. ആർക്കെങ്കിലും ദുഃഖം നൽകുന്നതിലൂടെ ആത്മാവ് അതൃപ്തമാകുന്നു. വളരെ പേർ റിപ്പോർട്ട് എഴുതുന്നു, ബാബ, ഇവർ വീട്ടിൽ വരുമ്പോൾ കോലാഹലം ഉണ്ടാക്കുന്നു. ബാബ എഴുതുന്നു, നിങ്ങൾ തൻ്റെ ശാന്തിയാകുന്ന സ്വധർമ്മത്തിലിരിക്കൂ. ഹാത്മതായുടെ കഥയുമുണ്ടല്ലോ. അയാളോട് പറഞ്ഞു, നിന്റെ വായിൽ നാണയമിടൂ. അപ്പോൾ ശബ്ദം പുറത്തു വരികയില്ല, സംസാരിക്കാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾ ശാന്തിയിൽ ഇരിക്കണം. മനുഷ്യർ ശാന്തിക്ക് വേണ്ടി വളരെയധികം തിക്കും തിരക്കും കൊള്ളുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മുടെ മധുരമായ ബാബ ശാന്തിയുടെ സാഗരമാണ്. ശാന്തമാക്കിയാക്കി വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നു. തൻ്റെ ഭാവി പദവിയെയും ഓർമ്മിക്കൂ. അവിടെ ഉണ്ടായിരിക്കുന്നതേ ഒരു ധർമ്മമാണ്, രണ്ടാമതൊരു ധർമ്മമില്ല. അതിനെ തന്നെയാണ് വിശ്വത്തിൽ ശാന്തി എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴാണോ മറ്റു ധർമ്മങ്ങൾ വരുന്നത്, അപ്പോൾ കോലാഹലം ഉണ്ടാകുന്നു. ഇപ്പോൾ എത്ര ശാന്തി നിലനിൽക്കുന്നു. നമ്മുടെ വീട് അതാണ് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ സ്വധർമ്മം ശാന്തിയാണ്. ശരീരത്തിൻ്റെ സ്വധർമ്മം ശാന്തിയാണ് എന്ന് പറയില്ല. ശരീരം വിനാശി വസ്തുവാണ്, ആത്മാവ് അവിനാശി വസ്തുവാണ്. എത്ര സമയം ആത്മാക്കൾ അവിടെ വസിക്കുന്നു, അപ്പോൾ എത്ര ശാന്തമായിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ മുഴുവൻ ലോകത്തിലും അശാന്തിയാണ്. അതിനാൽ ശാന്തി യാചിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സദാ ശാന്തിയിൽ ഇരിക്കട്ടെ എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഇത് നടക്കുക സാധ്യമല്ല. 63 ജന്മം അവിടെ ഇരുന്നാലും തീർച്ചയായും വരേണ്ടി വരും. തൻ്റെ സുഖദുഃഖത്തിൻ്റെ പാർട്ട് അഭിനയിച്ച ശേഷം പോകും. ഡ്രാമയെ നല്ല രീതിയിൽ ശ്രദ്ധയിൽ വയ്ക്കേണ്ടതുണ്ട്. കുട്ടികളായി നിങ്ങൾക്കും ശ്രദ്ധയിലുണ്ടായിരിക്കണം. ബാബ നമുക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും വരദാനം നൽകുന്നു. ബ്രഹ്മാവിൻ്റെ ആത്മാവും എല്ലാം കേൾക്കുന്നു. ഏറ്റവും സമീപത്ത് ഇദ്ദേഹത്തിൻ്റെ കാതാണ് കേൾക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വായ കാതിന് സമീപമാണ്. നിങ്ങളുടേത് പിന്നെ ഇത്രയും അകലെയാണ്. ഇദ്ദേഹം ഉടൻ കേൾക്കുന്നു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ. മധുരമധുരമായവർ എന്ന് എല്ലാവരെയും പറയുന്നു, കാരണം എല്ലാവരും കുട്ടികളാണ്. ഏതെല്ലാം ജീവാത്മാക്കളുണ്ടോ അവരെല്ലാം ബാബയുടെ കുട്ടികളാണ്, അവിനാശിയാണ്. ശരീരം വിനാശിയാണ്, ബാബ അവിനാശിയാണ്. കുട്ടികളായ ആത്മാക്കളും അവിനാശിയാണ്. ബാബ കുട്ടികളോട് സംഭാഷണം നടത്തുന്നു. ഇതിനെ ആത്മീയ നോളജ് എന്ന് പറയുന്നു. സുപ്രീം ആത്മാവിരുന്ന് ആത്മാക്കളെ മനസ്സിലാക്കിക്കുന്നു. ബാബയ്ക്ക് സ്നേഹം തീർച്ചയായും ഉണ്ട്. ഏതെല്ലാം ആത്മാക്കളുണ്ടോ, തമോ പ്രധാനം ആയിരുന്നാലും ശരി, ഇവരെല്ലാം വീട്ടിലായിരുന്നപ്പോൾ സദോ പ്രധാനമായിരുന്നു എന്നതറിയുന്നുണ്ട്. എല്ലാവർക്കും കൽപ്പകൽപ്പങ്ങളിൽ ഞാൻ വന്ന് ശാന്തിയുടെ വഴി പറഞ്ഞു തരുന്നു. വരം നൽകുന്നതിൻ്റെ കാര്യമില്ല. ധനവാൻ ഭവ, ആയുഷ്മാൻ ഭവ എന്നൊന്നും പറയുന്നില്ല. അങ്ങനെയില്ല. സത്യയുഗത്തിൽ നിങ്ങൾ
ഇങ്ങനെ ആയിരുന്നു. എന്നാൽ ആശീർവാദം നൽകുന്നില്ല, കൃപയോ ആശീർവാദമോ യാചിക്കുന്നില്ല. ബാബ പിതാവുമാണ്, ടീച്ചറുമാണ്. ഈ കാര്യം ഓർമ്മിക്കുന്നു. ആഹാ, ശിവ് ബാബ പിതാവുമാണ്, ടീച്ചറുമാണ്, ജ്ഞാനത്തിൻ്റെ സാഗരവുമാണ്. ബാബ തന്നെയാണിരുന്ന് തൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും ജ്ഞാനം കേൾപ്പിക്കുന്നത്. അതിലൂടെ നിങ്ങൾ ചക്രവർത്തി മഹാരാജാവായി മാറുന്നു. ഇത് മുഴുവൻ ഓൾറൗണ്ട് ചക്രമാണല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ സമയത്ത് മുഴുവൻ ലോകവും രാവണ രാജ്യത്തിലാണ്. രാവണ രാജ്യം കേവലം ലങ്കയിലല്ല, ഇത് പരിധിയില്ലാത്ത ലങ്കയാണ്. 4 ചുറ്റും ജലമാണ്. മുഴുവൻ ലങ്കയും രാവണൻ്റേതായിരുന്നു, ഇപ്പോൾ പിന്നെ രാമൻ്റേതാകുന്നു. ലങ്ക സ്വർണത്തിൻ്റേതായിരുന്നു, അവിടെ സ്വർണം വളരെയധികമുണ്ട്. ഒരു ഉദാഹരണവും പറയുന്നു. ധ്യാനത്തിലേക്ക് പോയി അവിടെ ഒരു സ്വർണത്തിൻ്റെ ഇഷ്ടിക കണ്ടു. ഇവിടെ മണ്ണിൻ്റേതായിരിക്കുന്നത് പോലെ അവിടെ സ്വർണത്തിൻ്റേതായിരിക്കും. അപ്പോൾ സ്വർണം എടുത്തുകൊണ്ട് പോകാം എന്ന് ചിന്തിച്ചു. എങ്ങനെയെല്ലാമാണ് നാടകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാരതം പ്രസിദ്ധമാണ്. മറ്റ് ഖണ്ഡങ്ങളിൽ ഇത്രയും വജ്രവൈഡൂര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ബാബ പറയുന്നു, ഞാൻ എല്ലാവരെയും ഗൈഡായി തിരികെ കൊണ്ടുപോകുന്നു. വരൂ കുട്ടികളെ, ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ആത്മാക്കൾ പതീതമാണ്. പാവനമാകാതെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. പതീതരെ പാവനമാക്കുന്നവൻ ഒരു ബാബ തന്നെയാണ്. അതിനാൽ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. തിരികെ ആർക്കും പോകാൻ സാധിക്കില്ല. ലോ അനുവദിക്കുന്നില്ല. ബാബ പറയുന്നു, കുട്ടികളെ, മായ നിങ്ങളെ കൂടുതൽ ശക്തമായി ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരും. ബാബയെ ഓർമ്മിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ഇതിന്മേൽ തന്നെയാണ് യുദ്ധം. കണ്ണുകൾ വളരെയധികം ചതിക്കുന്നു. ഈ കണ്ണുകളെ അധികാരത്തിൽ വയ്ക്കണം. സഹോദരി സഹോദരനാണ് എന്ന നിലയിൽ പോലും ശരിയായ ദൃഷ്ടി നിലനിൽക്കുന്നില്ല എന്ന് കാണുന്നു. അതിനാൽ ഇപ്പോൾ മനസ്സിലാക്കിച്ചു തരുന്നു, സഹോദരന്മാരാണ് എന്ന് മനസ്സിലാക്കൂ. നമ്മളെല്ലാം സഹോദരങ്ങളാണ് എന്നെല്ലാവരും പറയുന്നു, എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. തവള കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പോലെ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഓരോ കാര്യത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞു. ബാബ മധുരമധുരമായ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ഭക്തി മാർഗത്തിലും പ്രിയതമമാരായിരുന്നു. പ്രിയതമനെ ഓർമ്മിച്ചിരുന്നു. ദുഃഖത്തിൽ ഉടൻ ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. അയ്യോ രാമ, ഹേ ഭഗവാനെ, ദയ കാണിക്കൂ. സ്വർഗത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും പറയില്ല, അവിടെ രാവണ രാജ്യമേ ഇല്ല. നിങ്ങളെ രാമരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒന്നിൻ്റെ മതമനുസരിച്ച് നടക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈശ്വരീയ മതം ലഭിക്കുന്നു, പിന്നെ ദേവതാ മതം ലഭിക്കുന്നു. ഈ മംഗളകാരി സംഗമയുഗത്തെ ആരും അറിയുന്നില്ല. കാരണം എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് കലിയുഗം ഇപ്പോഴും ശൈശവ അവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കിടക്കുകയാണ്. ബാബ പറയുന്നു, ഇത് ഭക്തിയുടെ ഘോര അന്ധകാരമാണ്, ജ്ഞാനം പ്രകാശമാണ്. ഡ്രാമയനുസരിച്ച് ഭക്തിയും അടങ്ങിയിട്ടുണ്ട്. ഇത് വീണ്ടും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്നു, നമ്മൾ ബാബയുടെ അടുക്കൽ അഥവാ ബാബ് ദാദയുടെ അടുത്തേക്ക് പോകുന്നു. ഈ കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളിലും ആർക്കാണോ പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കാത്തത്, അപ്പോൾ മായ പൂർണ്ണമായും വിഴുങ്ങുന്നു. പൂർണ്ണമായും ആനയെ മുതല വിഴുങ്ങുന്നു. ആശ്ചര്യപൂർവം കേൾക്കുന്നു. പഴയവർ പോയി കളഞ്ഞു, അവരെക്കുറിച്ചും പാടപ്പെടുന്നു. നല്ല നല്ല മഹാരഥികളെ മായ തോൽപ്പിക്കുന്നു. ബാബയ്ക്ക് എഴുതുന്നു, ബാബ അങ്ങ് തൻ്റെ മായയെ അയക്കാതിരിക്കൂ. ഇത് എൻ്റേതൊന്നുമല്ല. രാവണൻ തൻ്റെ രാജ്യം ഭരിക്കുന്നു. നമ്മൾ നമ്മുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പരമ്പരയായി തുടർന്നു വരുന്നു. രാവണൻ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. രാവണൻ ശത്രുവാണ് എന്നത് അറിയുന്നുണ്ട്. അതിനാൽ അതിനെ ഓരോ വർഷവും കത്തിക്കുന്നു. മൈസൂരിൽ ദസറ വളരെയധികം ആഘോഷിക്കുന്നു. യാതൊന്നും മനസ്സിലാക്കുന്നില്ല.
നിങ്ങളുടെ നാമം ശിവശക്തി സേന എന്നാണ്. അവർ പിന്നെ വാനരസേന എന്ന പേര് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, തീർച്ചയായും നമ്മൾ വാനരന്മാരെ പോലെ ആയിരുന്നു. ഇപ്പോൾ ശിവ് ബാബയിൽ നിന്നും രാവണൻ്റെ മേൽ ജയം നേടുന്നതിൻ്റെ ശക്തി എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ തന്നെയാണ് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത്. ഇതിന്മേൽ അനേകം കഥകളും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അമരകഥ എന്നും പറയുന്നു. നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ അമരകഥ കേൾപ്പിക്കുന്നു. പിന്നെ ഏതെങ്കിലും പർവ്വതത്തിലോ മറ്റോ അല്ല കേൾപ്പിക്കുന്നത്. ശങ്കർ പാർവതിയെ അമരകഥ കേൾപ്പിച്ചതായി പറയുന്നു. ശിവശങ്കറിൻ്റെ ചിത്രവും വയ്ക്കുന്നു. രണ്ടിനെയും ഒന്നാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം ഭക്തി മാർഗമാണ്. ദിനം പ്രതിദിനം എല്ലാം തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. സതോ പ്രധാനത്തിൽ നിന്നും സതോ ആകുമ്പോൾ രണ്ട് കല കുറയുന്നു. ത്രേതയെയും വാസ്തവത്തിൽ സ്വർഗം എന്ന് പറയുന്നില്ല. ബാബ വരുന്നത് കുട്ടികളായ നിങ്ങളെ സ്വർഗവാസിയാക്കുവാനാണ്. ബാബയ്ക്കറിയാം, ബ്രാഹ്മണ കുലവും സൂര്യവംശി ചന്ദ്രവംശി കുലവും രണ്ടും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. രാമചന്ദ്രന് ക്ഷത്രിയൻ്റെ അടയാളം നൽകിയിരിക്കുന്നു. നിങ്ങളെല്ലാം ക്ഷത്രിയരാണല്ലോ. അവർ മായയുടെ മേൽ ജയം നേടുന്നു. കുറഞ്ഞ മാർക്കോടെ പാസ്സാകുന്നവരെ ചന്ദ്രവംശി എന്ന് പറയുന്നു. അതിനാൽ രാമന് ബാണവും മറ്റും നൽകിയിരിക്കുന്നു. ഹിംസ ത്രേതായുഗത്തിലും ഉണ്ടായിരിക്കുന്നില്ല. രാജാവ് രാമൻ, പ്രജയും രാമൻ എന്ന് മഹിമയുമുണ്ട്. എന്നാൽ ഈ ക്ഷത്രിയത്വത്തിൻ്റെ അടയാളം നൽകിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യർ കുഴങ്ങിപ്പോകുന്നു. ഈ ആയുധങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതേയില്ല. ശക്തികളുടെ കാര്യത്തിലും കഠാരിയും മറ്റും കാണിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അതിനാൽ ബാബ തന്നെയാണ് ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നത്. പരിധിയില്ലാത്ത പിതാവിന് കുട്ടികളിലുള്ള അത്രയും സ്നേഹം പരിധി ഉള്ള പിതാവിന് ഉണ്ടായിരിക്കുക സാധ്യമല്ല. 21 ജന്മത്തേക്ക് കുട്ടികളെ സുഖദായി ആക്കി മാറ്റുന്നു. അപ്പോൾ ലവ്ലിയായ പിതാവായല്ലോ. എത്ര ലവ്ലിയാണ് ബാബ! ആ ഒന്ന് നിങ്ങളുടെ എല്ലാ ദുഃഖവും ദൂരെയാക്കുന്നു. സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. ഇത് മറക്കുവാൻ പാടില്ല. എത്ര സഹജമാണ്! കേവലം മുരളി പഠിച്ച് കേൾപ്പിക്കണം. എന്നിട്ടും ബ്രാഹ്മണിയെ വേണം എന്ന് പറയുന്നു. ബ്രാഹ്മണിയില്ലാതെ ധാരണ ഉണ്ടാകുന്നില്ല. സത്യനാരായണൻ്റെ കഥ ചെറിയ കുട്ടികൾ പോലും ഓർമ്മിച്ച് കേൾപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ദിവസവും മനസ്സിലാക്കിക്കുന്നു. കേവലം അൽഫിനെ ഓർമ്മിക്കൂ. ഈ ജ്ഞാനം 7 ദിവസത്തിൽ ബുദ്ധിയിൽ ഇരിക്കേണ്ടതാണ്. എന്നാൽ കുട്ടികൾ മറന്നു പോകുന്നു. ബാബയാണെങ്കിൽ അത്ഭുതപ്പെടുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയോട് ആശീർവാദമോ കൃപയോ യാചിക്കരുത്. പിതാവിനെയും ടീച്ചറിനെയും ഗുരുവിനെയും ഓർമ്മിച്ച് തൻ്റെ മേൽ സ്വയമേ കൃപ കാണിക്കണം. മായയോട് സൂക്ഷിച്ചിരിക്കണം. കണ്ണുകൾ ചതിക്കുന്നു. ഇവയെ തൻ്റെ അധികാരത്തിൽ വയ്ക്കണം. വ്യർത്ഥമായ അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ വളരെയധികം നഷ്ടം ഉണ്ടാക്കുന്നു. അതിനാൽ എത്ര സാധിക്കുമോ ശാന്തമായിരിക്കണം. വായിൽ നാണയമിടണം. ഒരിക്കലും തലകീഴായത് സംസാരിക്കരുത്. സ്വയം അശാന്തമാകരുത്. ആരെയും അശാന്തം ആക്കരുത്. വരദാനം: ബാബയുടെ സഹായത്തിലൂടെ ശൂലത്തെ മുള്ളാക്കി മാറ്റുന്ന സദാ നിശ്ചിന്തവും ട്രസ്റ്റിയുമായി ഭവിക്കട്ടെ. പഴയ കണക്ക് ശൂലമാണ്. എന്നാൽ ബാബയുടെ സഹായത്തിലൂടെ അത് മുള്ളായി മാറുന്നു. പരിതസ്ഥിതികൾ തീർച്ചയായും വരിക തന്നെ ചെയ്യും. കാരണം എല്ലാം ഇവിടെ തന്നെയാണ് സമാപ്തമാക്കേണ്ടത്. എന്നാൽ ബാബയുടെ സഹായം അതിനെ മുള്ളാക്കി മാറ്റുന്നു. വലിയ കാര്യത്തെ ചെറുതാക്കി മാറ്റുന്നു. കാരണം വലിയവനായ ബാബ കൂടെയുണ്ട്.
ഈ നിശ്ചയത്തിൻ്റെ ആധാരത്തിലൂടെ സദാ നിശ്ചിന്തമായിരിക്കൂ. ട്രസ്റ്റിയായി എൻ്റേതിനെ നിൻ്റേതിലേക്ക് പരിവർത്തനപ്പെടുത്തി ഭാരരഹിതമാകൂ. അപ്പോൾ എല്ലാ ഭാരവും ഒരു സെക്കൻഡിൽ സമാപ്തമായിക്കൊള്ളും. സ്ലോഗൻ: ശുഭഭാവനയുടെ സ്റ്റോക്കിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. പുരിക മധ്യത്തിൽ തിളങ്ങുന്ന അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഞാൻ കേന്ദ്രീകരിക്കുന്നു. ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശാന്തത എൻ്റെ നിജ ഗുണമായി ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ ആത്മസ്വരൂപത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് അന്തരീക്ഷത്തെ ശാന്തമാക്കുന്നു. എൻ്റെ അവ്യക്ത രൂപം ഞാൻ ധാരണ ചെയ്യുന്നു. പ്രകാശമയ ശരീരത്തിൽ ലൈറ്റ് സ്വരൂപമായി ഞാൻ സ്വയം അനുഭവിക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. വ്യക്തലോകത്ത് നിന്നും വേറിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ സ്വതന്ത്രമാണ്. സർവഭാരരഹിതമാണ്. ഈ ഡബിൾ ലൈറ്റ് അവസ്ഥയിൽ അലൗകിക സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപത്തിൽ ഞാൻ അവ്യക്ത ലോകത്തിൽ എത്തിച്ചേരുന്നു. പ്രകാശമയമായ അവ്യക്ത ലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാപ് ദാദയുടെ വരദാനി ദൃഷ്ടി ആത്മാവിൽ അലൗകിക അനുഭവങ്ങൾ നിറയ്ക്കുന്നു.
ഈ അവ്യക്ത കൂടിക്കാഴ്ച എന്നെ സന്തുഷ്ടമണി ആക്കുകയാണ്. എൻ്റെ നിരാകാരി സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ നിരാകാരി ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവത്ര സ്വർണ്ണ ചുവന്ന ദിവ്യപ്രകാശം നിറഞ്ഞ ഈ ബ്രഹ്മലോകത്തിൽ ശിവബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവബാബയുടെ സ്നേഹസമ്പന്ന ഓർമ്മയിൽ ഞാൻ മഗ്നമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ആത്മീയ സമ്പന്ന സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ സർവ മംഗളകാരിയായ ശിവപിതാവുമായി സംയുക്തമായി പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശ കിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.